രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാകാനൊരുങ്ങി പ്രതിപക്ഷ സംഘടനകൾ. അടൂരിലെ വീട്ടിലേക്കും പാലക്കാട്ടെ ഔദ്യോഗിക വസതിയിലേക്കും ഇന്നും മാർച്ച്. അതേസമയം യൂത്ത് കോൺഗ്രസിൽ രാഹുലിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായി തുടരുന്നു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഈ രാഹുലിന് പകരമായുള്ള ഒരു പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായി തുടരുന്നുണ്ട്. അബിൻ വർക്കി അടക്കമുള്ളവർ ആ ഒരു പരിഗണനയിലുണ്ട്. നിലവിൽ അവർക്കിടയിൽ ആരായിരിക്കും ഈ ഒരു പിൻഗാമി എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായോ? ചർച്ചകൾ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് അബിൻ വർക്കി തന്റെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചു കഴിയുമ്പോൾ അബിൻ വർക്കിക്ക് ആ പദവി നൽകാമായിരുന്നു. അബിൻ വർക്കി ഉപാധ്യക്ഷനാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ചർച്ചകൾ നീളുന്നു. നിരവധി പേരുടെ പേരുകൾ പട്ടികയിൽ പരിഗണിക്കപ്പെടുന്നു. അവരിൽ ആരാകും എന്ന തരത്തിൽ ഉള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അബിൻ വർക്കി തന്റെ നിലപാട് കടുപ്പിച്ചിപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി വലിയ പോരാട്ടം നടക്കുന്നതിനിടയിൽ അബിൻ വർക്കി തന്റെ നിലപാട് കടുപ്പിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നേതൃത്വത്തിന് എത്തിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം അബിൻ വർക്കിക്കെതിരെയുള്ള പ്രചാരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാഹുബലി പ്രചാരണം, അതായത് രാഹുലിനെ പുറകിൽ നിന്ന് അബിൻ വർക്കിയാണ് കുത്തിയതെന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണം ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് തന്നെ വെട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അബിൻ വർക്കി ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അത് കൂടാതെയുള്ള കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്നാണ് അബിൻ വർക്കിയും അതുപോലെ തന്നെ 40 ഭാരവാഹികളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് കൂടുതൽ നേതൃത്വത്തിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പേരുകളിൽ നേരത്തെ പദവി വഹിക്കാത്തവരുൾപ്പെടെയുണ്ട്, പുറത്തുനിന്നുണ്ട്. അപ്പോൾ അവരുടെ പേരുകളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അബിൻ വർക്കി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് രംഗത്ത് എത്തിയിരിക്കുന്നത്. പക്ഷേ എ ഗ്രൂപ്പ് പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വിജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ഭൂരിപക്ഷത്തോടെ വിജയിച്ച് എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് പകരം അടുത്ത അധ്യക്ഷനെ കൊണ്ടുവരുമ്പോൾ അത് തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാകണമെന്നുള്ള നിലപാട് കടുപ്പിക്കുമ്പോൾ അത് ഗ്രൂപ്പ് തർക്കത്തിലേക്ക് വരെ കടക്കുന്നു എന്നുള്ളതാണ്. അത് അടുത്ത അബിൻ വർക്കിക്ക് ആ അധ്യക്ഷ സ്ഥാനം നൽകുമ്പോൾ അത് തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു അധികാരം പോവുകയാണ് തരത്തിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് KM അഭിജിത്തിന്റെ പേരും അതുപോലെ തന്നെ OJ ജനീഷിന്റെ പേരുമൊക്കെ ശക്തമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. KC പക്ഷത്തിന് പ്രിയപ്പെട്ട ബിനു ചുള്ളിയലിന്റെ പേരും അതിനോടൊപ്പം തന്നെ കേൾക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ താൻ രാജിവെക്കുമെന്നുള്ള തീരുമാനത്തിൽ അബിൻ വർക്കിയും അതുപോലെ തന്നെ ഒപ്പം 40 ഭാരവാഹികളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീരുമാനം അത് സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിനെ അബിൻ വർക്കിയും അതുപോലെ തന്നെ ഈ ഭാരവാഹികളും ഒക്കെ ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ അവസാന തീരുമാനം അത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ തന്നെ ആയിരിക്കും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് ഇനിയും നടക്കും. ഇനിയും ഒരുപക്ഷെ ഈ അധ്യക്ഷനെ കണ്ടെത്താൻ വൈകുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ രാഹുലിനെതിരെ DYFIയും BJPയും അടക്കം വലിയ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നിപ്പോൾ DYFIയുടെ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെതിരെ തിരിയുന്ന സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പല കോണുകളിൽ നിന്നായിട്ട് ഉയരുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്തി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും MLA ആയിട്ട്, അതായത് ധാർമ്മികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നത്. സാങ്കേതികത്വമൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുലിന് MLA ആയിട്ട് സംരക്ഷണം പാർട്ടി നൽകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം അത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ വരുന്ന സമയം കൂടിയാണ്.
തെരഞ്ഞെടുപ്പുകളിലടക്കം പാർട്ടിക്ക് വെല്ലുവിളി തീർക്കും രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്നത് ആണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ മറുപക്ഷത്ത് ഇതിന് മറു ചോദ്യം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതല്ലാതെ പോലീസിൽ ഒരു പരാതി പോയിട്ടില്ല, കോടതിയിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പരാതിയും കേസും ഒന്നുമില്ലാതെ MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടതുണ്ടോ, അത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് മറുവിഭാഗം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് രാഹുൽ തുടരണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്തൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതും അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഇനി ഉപതെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ ഉണ്ടാകില്ല. കാരണം കുറച്ചാളുകൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ ഉണ്ടാകില്ല. പിന്നീട് അവിടെ വിജയിക്കുക, രാഹുലിന് ബദൽ സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവന്ന് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത വെല്ലുവിളി തീർക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമില്ല എന്നുള്ളതാണ്. എന്തായാലും രാഹുലിന് തുടക്കം മുതൽ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി വന്ന VD സതീശൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ കൈയൊഴിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പ്രതിപക്ഷ നേതാവിന് അടക്കം രാഹുൽ MLA സ്ഥാനത്ത് ഇനി തുടരണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല. അത് മുതിർന്ന നേതാക്കൾക്കൊക്കെ ആ ഒരു മനോഭാവം തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിന്റെ പ്രതികരണം രാഹുലിനെ പിന്തുണയ്ക്കുമോ അതോ രാഹുലിനെ കൈയൊഴിയുമോ എന്നുള്ളതൊക്കെ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ രാഹുലിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകളും അത് നീണ്ടുപോവുകയാണ്. അബിൻ വർക്കിക്ക് അധ്യക്ഷ സ്ഥാനം നൽകുമോ അതോ പുതിയൊരാളെ കൊണ്ടുവരണമോ എന്ന കാര്യത്തിലൊക്കെയാണ് ഇനിയിപ്പോൾ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കേണ്ടത്. അതിന് പുറത്ത് ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണെങ്കിൽ രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ ഡിവൈഎഫ്ഐയും BJPയും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടൂരിലെ വീട്ടിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പാലക്കാട്ടും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുറത്ത് രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ അത്തരത്തിൽ കടുക്കുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്കാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം കാരണമായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി സൂര്യ, നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അബിൻ വർക്കി എന്ന് വേണം പറയാൻ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായുള്ള പോരാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നത്. നിരവധി ആളുകളുടെ പേരുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ അബിൻ വർക്കിയാണിപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ശക്തമായ നിലപാടാണ് അബിൻ വർക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ നിലപാട്. നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്നാണ് അബിൻ വർക്കി അടക്കമുള്ള 40 ഭാരവാഹികൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരണമോ എന്നൊരു കാര്യം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നൊരിതുണ്ട്. പരാതിയും കേസുമില്ലാതെ നടപടി വേണമോ എന്നും മറ്റൊരു മറുവിഭാഗം ചോദിക്കുന്നുണ്ട്. MLA സ്ഥാനം തുടരണമോ അതോ വേണ്ടായോ എന്നൊരു കാര്യം തന്നെ അവർ ചർച്ച ചെയ്യുകയാണ്. അവർക്കിടയിൽ ഒരു തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും അബിൻ വർക്കിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിൻഗാമിയായി എത്താൻ പോകുന്ന ഒരു വ്യക്തികളിൽ പട്ടികയിലുള്ള ഒരാളാണ് അബിൻ വർക്കി. അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് പുറത്തു നിന്ന് ഈ പട്ടികയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നിന്ന് പുറത്തു നിന്ന് ഒരാൾ വരുവാണെങ്കിൽ കടുത്ത നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. രാജിവെക്കും എന്ന് തന്നെയാണ് അബിൻ വർക്കി അടക്കമുള്ള 40 പേർ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്.